നമ്മളെ സ്റ്റോറിയിലുള്ളതുപോലെ ഹസ്ബൻഡ് വൈഫ് അവരുടെ വേറൊരു ഫ്രണ്ട്, നമുക്കറിയാം സ്റ്റോറി എന്താണെന്നറിയാം, പക്ഷെ നമുക്ക് ഓഡിയൻസിനോട് അത് അത്ര റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലത്തെ ക്യാരക്ടേഴ്സ് അനു എപ്പോഴെങ്കിലും ലൈഫിൽ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ സ്ഥലം എവിടെയാണെന്ന് അറിയാലോ, പുനലൂർ പത്തനാപുരം, ഒരു നാട്ടിൻ പ്രദേശത്ത് നിന്ന് വരുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനെ ശരിക്കും എനിക്ക് തോന്നുന്നു കാണാൻ പറ്റിയേക്കാം. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം തുറന്നു പറയുന്ന ഒരു ഫ്രണ്ട്സിനെ ഞാൻ എൻ്റെ അറിവിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എന്തായാലും, എൻ്റെ ഫ്രണ്ട്സൊന്നും ഒന്നാമത് അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് അങ്ങനെ നേരിട്ടറിയില്ല. പക്ഷെ ഒരു ഫ്രണ്ട് എക്സ്ട്രാ ഇല്ല എന്ന് നോക്കിയാൽ ഒരു ഭാര്യ ഭർത്താവും കൂടുതലായിട്ട് നമുക്ക് നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ എങ്ങനെ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരുപാട് പേര് എപ്പോഴും ഇങ്ങനെ വിളിച്ച് ഉണ്ടോ ഉറങ്ങി, ഒരുപക്ഷെ നമ്മുടെ ഇപ്പം അമ്മയുടെ അച്ഛൻ്റെയും കാലത്തൊന്നും ഈ ഫോണിൽ കൂടി അല്ലാണ്ട് ഫോണൊന്നും അന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ ഇപ്പൊ തന്നെ ആണെങ്കിലും ഞാൻ എൻ്റെ അമ്മയും അച്ഛനോടാണെങ്കിലും ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാറുണ്ട്, ഇത് നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും കൂടാറില്ലേ എന്ന് വെച്ചാൽ ഒരിക്കലും പക്ഷെ ഇപ്പോഴത്തെ ഒരു കപ്പിൾസിനെ നോക്കിയാൽ എന്ത് വ്യത്യാസമാണ് അന്നത്തെ ജനറേഷനും ഇന്നത്തെ ജനറേഷനും. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾ വഴക്ക് കൂടുന്നു ഒന്നും കണ്ടിട്ടില്ല. കാരണം അച്ഛന് കറക്റ്റ് അറിയാവുന്ന, അച്ഛൻ എന്തൊക്കെയാണ് ഇഷ്ടം അല്ലെങ്കിൽ അച്ഛൻ എന്തൊക്കെയാണ് രീതി എന്നുള്ളത് കറക്റ്റും അത് അവർ എനിക്കിത് വേണം എന്നൊന്നും പറയൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അന്നത്തെ ലെവലുണ്ടായിരുന്നത്. സോ അങ്ങനത്തെ ഒരു സ്നേഹബന്ധം ഇന്ന് വളരെ വിരളമായിട്ടാണ്. ഇപ്പം എപ്പോൾ വേണമെങ്കിലും വിളിച്ച് ഹലോ ഏട്ടൻ എവിടെയാണ്, ഉണ്ടോ ഉറങ്ങിയത് ചോദിക്കാം. പക്ഷെ അത്ര ചെയ്യുന്ന ആൾക്കാർ ഉണ്ടോ? കാരണം അന്നത്തെ പോലത്തെ ലൈഫല്ല ഇപ്പോഴുള്ളത്. രണ്ടുപേർക്കും അവരവരുടേതായ തിരക്കുകൾ. പണ്ടത്തെ ഭാര്യമാർക്ക് ഭർത്താവിന്റെ കാര്യം മാത്രം ചോദിക്കാൻ മതി, ഏട്ടൻ എവിടെയാ ചോദിച്ചോണ്ടിരുന്നാൽ മതി. പക്ഷെ ഇപ്പോഴത്തെ അത് പറ്റൂലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പൊ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ മാറി, അവർക്ക് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കറക്റ്റ് സമയം കിട്ടണില്ല. പക്ഷെ എന്നാലും ഒരുപക്ഷെ ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാറുണ്ട്. സോ ഇപ്പോൾ ഒരാളൊരു ഫ്രണ്ടിനെ കല്യാണം കഴിച്ചാൽ ബാക്കി ഫ്രണ്ട് സർക്കിളെല്ലാം അവർ ഭയങ്കര കമ്മിറ്റഡ് ആയിരിക്കും. പക്ഷെ എൻ്റെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. നമിത എൻ്റെ എങ്ങനെയുണ്ടോ, ഒരാൾ കല്യാണം കഴിച്ചിരിക്കുന്നു, അവർക്ക് അല്ലെങ്കിൽ ആ ഭർത്താവിന് വേറൊരു കോമൺ ഫ്രണ്ട് അങ്ങനെ ഉണ്ടോ അറിയാവുന്നത്? എനിക്ക് നമ്മളിപ്പം അല്ലാണ്ട് പറയാറുണ്ട്, നമ്മുടെ പരിചയമുള്ളവരുണ്ട്. ബിക്കോസ് നമ്മളിപ്പോ ഒരു ടൗണിൽ ജീവിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഒരിക്കലും സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാവും. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്മുടെ ചന്ദ്രേട്ടൻ എവിടെയെങ്കിലും നമ്മുടെ സന്തോഷ ചിക്കാനം പുള്ളിക്കാരൻ്റെ നോവലുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനാണ്, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അങ്ങനെ ഒരുപാട് സ്റ്റോറീസും ഉണ്ട്. അല്ല ഇതിലാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് നമ്മൾ പറഞ്ഞു സിറ്റിയിലാകുമ്പോഴത്തേനും അത് കാണാൻ പറ്റും. ഞാൻ സെയിം പറഞ്ഞ പോയിന്റ് എന്റെ നാട്ടിലാണെങ്കിൽ ചന്ദ്രേട്ടനെയും സുഷമയും ഒരു പക്ഷേ കാണാൻ കഴിയും, കാണാൻ കഴിയില്ല. സിനിമയിലും അവര് സുഷമ എന്ന് പറയുന്ന തൃശ്ശൂരുള്ള ഒതുങ്ങി കഴിയുന്ന നാട്ടിൻപുറത്ത് വരും. പക്ഷെ സുഷമ എറണാകുളത്ത് ജീവിക്കുന്നവരാണ്. ഒരിക്കലും ചന്ദ്രേട്ടൻ എവിടെ, കാരണം നമ്മുടെ സിനിമയിലാണെങ്കിൽ അവരത് കറക്റ്റ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരു ഗ്രാമത്തിലാണ് അവള്, അപ്പോൾ അവൾക്കേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷെ വളരെ വിരളമാണെന്നാണ് ഇപ്പോഴുള്ള റിസർച്ച് പറയുന്നത്. ചന്ദ്രേട്ടൻ എവിടെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ഫാമിലി മൂവിയാണ്. ഒരിക്കലും ഇപ്പൊ ന്യൂജൻ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ ഒരു ന്യൂജൻ സിനിമയൊക്കെ തീർച്ചയായിട്ടും സൗബിൻ വിനോദേട്ടൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് എല്ലാവരും ഓക്കെ എന്ന് വിചാരിക്കും. പക്ഷെ ടൈറ്റിൽ കാണുമ്പോഴും നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ ഒക്കെ കാണുമ്പോഴത്തേന് ആൾക്കാർ എങ്ങനെ എന്താണെന്ന് ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ അതിനകത്ത് ഗ്രാമത്തിന്റെ ഗ്രാമവും കാണിച്ചിട്ടുണ്ട്, സിറ്റിയും, രണ്ടിനും ഈക്വൽ ആണ്. കാരണം എന്റെ ക്യാരക്ടർ ആണെങ്കിൽ തൃശ്ശൂർ, പക്ഷെ ദിലീപേട്ടനും നമിതയുടെ ക്യാരക്ടർ ആണെങ്കിൽ രണ്ടുപേരും ട്രിവാൻഡ്രം. രണ്ടിനും ഈക്വൽ ആയിട്ട് ഇപ്പം ഗ്രാമത്തിലുള്ളവർക്കും കണ്ടിഷ്ടപ്പെടാം, സിറ്റി ലൈഫിൽ ആൾക്കാർക്കും. ഞങ്ങൾ ഫാമിലി എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന, ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ഫാമിലി എന്റർടൈനേഴ്സ് ആണ്. ഈ ബീപ്പ് വരാത്ത അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാണാൻ പോയി എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അപ്പൊ ഈ ചന്ദ്രേട്ടൻ എവിടെയും അങ്ങനെ തന്നെ ഒരു ഫിലിം ആയിട്ടാണ് തീർച്ചയായിട്ടും. കാരണം ഇപ്പം ദിലീപേട്ടൻ്റെ തന്നെ നോക്കിയാൽ ഇപ്പം നമിതയാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും ഇതിന് മുമ്പെല്ലാം ചെയ്തതെല്ലാം ഓക്കെ എന്താണ് മറ്റേ തിയേറ്ററുകൾ ഇളക്കി മറിക്കുന്ന അല്ലെങ്കിൽ ഒരു ടൈപ്പ് അങ്ങനത്തെ മൂവീസാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും രണ്ടുപേരുടെയും വേറൊരു
അത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും വേറൊരു ടൈപ്പ് ഓഫ് ദിലീപേട്ടനെ ആണെങ്കിലും കുറേ മാസ് പടങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുറെ നാളിന് ശേഷം ദിലീപേട്ടൻ ചെയ്യുന്ന ഒരു കുടുംബനാഥൻ പടമായി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മൂവിയാണ്. പിന്നെ അതുമല്ല ഇപ്പൊ നമിതയ്ക്കാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് ദിലീപേട്ടനുമായിട്ട് അഭിനയിച്ചത്. ഞാൻ ശരിക്കും ആദ്യം ദിലീപിന്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത്. അപ്പൊ ശരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കും, കാരണം ദിലീപേട്ടന്റെ കൂടെയുള്ള ഒരു നമ്മള് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നുള്ളത് എല്ലാവർക്കും. ഇപ്പൊ ഈ സിനിമ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം ഉണ്ടാവും, ദിലീപേട്ടന്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റും, എനിക്ക് എന്ത് ഭാഗ്യമാണെന്ന്. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് പേടിയാണ് ഉണ്ടായിരുന്നത്. കാരണം ഡയമണ്ട് നെക്ലേസിന്റെ വിജയാഘോഷം നടക്കുന്ന ഒരു ഫംഗ്ഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. അന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ല. പുള്ളി സ്റ്റേജിൽ കയറിയപ്പം ഓക്കെ ആ പുതിയ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ബന്ധം മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പം അല്ലാണ്ട് കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എന്നിട്ട് ആദ്യം വന്ന് അഭിനയിക്കുന്ന സീനും കുറച്ച് ഞങ്ങൾ നല്ലതായിട്ട് ഇന്റിമസി ഫീൽ ചെയ്യുന്ന ഒരു സീനായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. ശരിക്കും ഞാൻ പേടിച്ചു പോയ, കാരണം നമ്മൾ ഒരു സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഡയറക്ടർ ആണെങ്കിലും നമ്മൾ ആദ്യത്തെ ഷൂട്ടിന്റെ ദിവസം വന്ന ആദ്യത്തെ ഒരു സീൻ അങ്ങോട്ട് കഴിയുന്നത് വരെ നമുക്ക് ഇതെങ്ങനെയാണ് അവരുടെ രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞ് പിന്നെ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ഇതിന്റെ ഇന്റർവ്യൂലും എല്ലാം അതാ പറയുന്നത്. കാരണം അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിനെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ പോലും അവർക്ക് വേണമെങ്കിൽ അവരുടെ ജോലി നോക്കിയിട്ട് പോയാൽ മതി. പക്ഷെ അവർ വന്നിട്ട് എൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം, അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നാവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരും. നമുക്ക് ശരിക്കും ലളിതാൻ്റെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ളവരുടെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ രണ്ടും ആണെങ്കിലും ചിലത് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് അത് വേണ്ട ഇത് വേണ്ട എന്നുള്ളത്. ശരിക്കും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേണം. ശരിക്കും ഏറ്റവും അത്യാവശ്യം എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഫിലിം ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഡയറക്ടറും ആക്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ഒരു വാഹ മനസ്സിലാവത്തില്ല. ഇപ്പൊ സിനിമയിലെ പല ആൾക്കാരും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്, അയ്യോ അവർക്ക് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ അവരുടെ ഷൂട്ട് കഴിയുമ്പോൾ അവർ പോയിരിക്കും. ഞാൻ ശരിക്കും ഇത്ര നാളുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാ ആരായിരിക്കും അങ്ങനെയുള്ള ആള്. എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ഞാൻ 2 ദിവസമൊക്കെ മസിൽ പിടിച്ച് ഓക്കെ ഷോട്ട് കഴിഞ്ഞാൽ പോയി അവിടെ ഇരിക്കണം. പക്ഷെ നമ്മൾക്ക് ആരോടും മിണ്ടാണ്ടിരിക്കാനൊന്നും പറ്റില്ല. പല സംഭവം ഇപ്പം സിനിമയുടെ പുറത്തുള്ളവരായിരിക്കും ഇങ്ങനെ കൂടുതൽ പറയുമോ സിനിമാക്കാർക്കൊക്കെ ഭയങ്കര ജാടയാണ്, ലൊക്കേഷനിൽ മിണ്ടില്ല. ശരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അതെനിക്ക് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ, നമ്മൾ ഇനോഗ്രേഷന് പോകില്ല, ഇനോഗ്രേഷന് പോയി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്തെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ പേജിലെ കമന്റ്സ് ഒന്നും നോക്കണം കേട്ടോ. എന്തൊരു ജാടയാ, ദൂരെ നിന്നിട്ടായിരിക്കും നമ്മൾ നോക്കി ചിരിച്ചിട്ടുള്ളത്. എൻ്റെ ഒഫീഷ്യൽ പേജ് ഞാൻ നിർത്തി, എനിക്കിത് വായിക്കാൻ എന്നുവെച്ചാൽ എനിക്കൊന്നും പണ്ടത്തെ ശീലമില്ലാത്തിരുന്ന സംഭവമാണ്. ആരോ ഒരു ദിവസം ഒരാൾ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ മാഡം ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഒഫീഷ്യൽ പേജ് തുടങ്ങാറുണ്ട്, തുടങ്ങട്ടെ, നമ്മൾ തന്നെ എല്ലാം ചെയ്യാം. ഞാൻ പറഞ്ഞു ശരി തുടങ്ങിക്കോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അവരോട് തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഒഫീഷ്യൽ പേജ് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ചിലത് നമ്മൾക്ക് സപ്പോർട്ട് തരുന്നവരും ഉണ്ട്, പക്ഷെ അതേപോലെ നമ്മളെ ഒരു പരിചയം ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചുമ്മാ എന്തിനാ നമ്മളെ പറയാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ അഹങ്കാരം കാണിക്കുന്നില്ല. നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ വിഷമം വരും. ഈ പറയുന്നത് പോലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഒരു ഗുഡ് മീഡിയം ആണ്. ഇപ്പൊ പ്രൊമോഷൻ കാര്യങ്ങൾ അതിനൊക്കെ വളരെ നല്ലൊരു മീഡിയമാണ്. ബട്ട് ലൈക്ക് ചിലരുണ്ട് ആവശ്യമില്ലാതെ പേജൊക്കെ തുടങ്ങി, ആവശ്യമില്ലാതെയൊക്കെ പേജൊക്കെ തുടങ്ങിയിട്ട് ചുമ്മാ ഇതുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ആയിരിക്കുള്ള ആക്ടർ ഡയറക്ടർ പേജ് ലൈക്സ് ഫോട്ടോ അപ്ലോഡ്, ഇതിന്റെ ഒന്നും ആവശ്യമേ ഉണ്ടായില്ല. ഞാൻ ഒരു പേഴ്സണൽ പേജ് വെച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവർ അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ഒഫീഷ്യൽ പേജിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതി വെച്ചിട്ട് പോവുകയും ചെയ്യും ആൾക്കാർ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട്, കാരണം എപ്പോഴും നമ്മളിപ്പോൾ നമ്മുടെ പടത്തിന്റെ ചന്ദ്രേട്ടൻ എവിടെയാണ് നമുക്ക് ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത് നമ്മൾ പേജിലായിരിക്കും. എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ കമന്റ് വായിക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. ചുമ്മാ എന്തിനാണ് ചിരിക്കാൻ കിട്ടുന്ന സമയം കരയാന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷെ എന്തിനും ഒരു നെഗറ്റിവിറ്റി, അതെ അത്രേ ഉള്ളൂ. കാരണം അത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പം പറഞ്ഞ പോലെ തന്നെ മറ്റേ ഇനാഗുറേഷനൊക്കെ കാണുമ്പോഴത്തേനും എന്തൊരു ജാട നമ്മൾ നോക്കി എന്തിനാ നമ്മൾ കേൾക്കാൻ പോണേ. കാരണം നമ്മൾ അവരെ ഇത്രയും ജനങ്ങൾക്കിടയിൽ ഒരാളെ മാത്രം നോക്കി ചിരിക്കുകയാണ്. നമ്മൾ ഈ ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ.